ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഒരു സാധാരണ ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ എടുക്കും, ചിലത് എടുക്കൂല, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം എങ്ങനെയായാലും നമുക്ക് ഒരാൾക്കും അത് വീഡിയോയിൽ കിട്ടൂല. കാരണം രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഈ ട്രൈപാഡും ഫോണും പിടിച്ച് നടക്കാറുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ചാനലും ഉള്ളവർക്ക് വേണമെങ്കിൽ മനസ്സിലാവും. ഈ യൂട്യൂബിനെ പറഞ്ഞാൽ നമ്മൾ രാജ പദവി എന്നാണ് കേട്ടോ. വ്ളോഗർമാർ എന്നൊക്കെ പറയുമ്പോഴേ ചില ആൾക്കാർ കളിയാക്കിയിട്ടൊക്കെ പറയും. പക്ഷേ നമുക്ക് തന്നെ അറിയില്ല കേട്ടോ ഇതിൻ്റെ ഒരു ഇതിമെന്ന് ഒരു ഉറുപ്പ്യ കിട്ടണമെങ്കിൽ വരെ എന്തോരം കഷ്ടപ്പാടുണ്ട് എന്നറിയോ. ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിടുന്ന വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളും അനുസരിച്ച് മാത്രമാണ് ഒരു ഉറുപ്പ്യ പോലും നമ്മളെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡോളറായിട്ട് കയറി വരുള്ളൂ കേട്ടോ. അപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുന്ന ചെറിയവരായാലും വലിയവരായാലും അങ്ങനത്തെ ആളുകൾക്കൊക്കെ അറിയും. പിന്നെ വലിയവരെന്ന് ഞാൻ പറയുന്നില്ല, ഇന്ത്യയൊക്കെ വീഡിയോസ് ഇന്നെപ്പോലത്തെ അല്ല നമ്മളെപ്പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ കാണുന്നത്. കാരണം നിങ്ങളെ കമൻറ്റ് ഇടുന്ന ആളുകളെ എനിക്കറിയാലോ. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓർക്കും നമ്മളുടെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും അങ്ങനെ ഉള്ള അത് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മളെ മനസ്സിലാക്കുന്ന ആ ഒരു രീതിയിൽ കമൻസിലൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ഒരു ഇതൊന്നും പറയാതെ ഒരു പോസിറ്റീവായിട്ടൊരു എനർജിയൊക്കെ തരുന്ന രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ പിന്നെ അതിമ പിടിച്ച് അങ്ങനെ കയറിപ്പോട്ടോ. പിന്നെ എവിടേക്കോ അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക. അതൊന്നും വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങുമ്പോൾ. ചിലപ്പം അങ്ങനെയാണല്ലോ, പറഞ്ഞ് ചിലപ്പോൾ എവിടെയോ എത്തിപ്പോവില്ലേ. അതാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ എവിടേക്കോ എത്തിയിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇക്കാക്കുള്ളതാണ്. ഇക്കാക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഒന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആ ഒരു തിരക്കൊന്നുമില്ല. സമാധാനത്തിൽ മക്കൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉള്ളൂ. അങ്ങനെ ധൃതിയും തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം മഴയും ഉണ്ട് പുറത്ത്. മഴയൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാവരും കൂടെ പുരയിലിരിക്കണമെന്നില്ല കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ഇക്കാക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടേ പിന്നെ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചിട്ട് ഇക്കാക്കുള്ള കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ചായക്ക് കടി എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ആണ്. സാമ്പാർ പിന്നെ ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്നും അരിയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസമാണ് വേഗം ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ട് മാവ് അരച്ച് വെക്കുക. ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ചുടാമെന്ന് വിചാരിച്ചിട്ട്. അതാണ് കേട്ടോ ഇതിന് ഇവിടെ ചേരുള്ളൂ. ഒന്നെങ്കിൽ ചട്ടിനി വേണം അല്ലെങ്കിൽ സാമ്പാർ വേണം. ഞാൻ പിന്നെ അങ്ങനെ ചട്ടിനിമേലേക്ക് അധികം അങ്ങോട്ട് നിൽക്കലില്ല കേട്ടോ. ഞാൻ അധികം സാമ്പാർ തന്നെയാണ് ആക്കുക. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതാണ് കേട്ടോ നിച്ചുമോൾ പറയുന്ന പോലെ അതാണ് കേട്ടോ ഇതിൽ ചേരുക. മക്കൾ അങ്ങനെ പറയും. ഞാൻ എന്തെങ്കിലും കടി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിന് പറ്റിയ കറിയല്ലാണ്ടൊക്കെ ആകുകയാണെങ്കിൽ അവർ പറയും ഇതിന് ചേരൂല അറിയും കേട്ടോ. മക്കളിങ്ങനെ പറയുന്നത് ഓർമ്മ ആവുക നമ്മളിങ്ങനെ വോയിസൊക്കെ കൊടുക്കുമ്പോഴേ. അപ്പോൾ ഇന്നെന്തായാലും ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തീയും കാര്യങ്ങളും കത്തിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എന്തുതന്നെയാണെങ്കിലും ഇന്നൊരു സമാധാനമുള്ളൊരു ദിവസം ഇനി കേട്ടോ. എന്താ പറയുക, ഒന്നിനും അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഉച്ചക്കത്തേക്ക് ചോറും കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇന്ന്. പിന്നെ സാമ്പാറുണ്ട്. അതുപോലെ ഞാൻ ചുടുന്ന ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തിളപ്പിച്ചൂറ്റിയ കുറച്ച് ചോറുണ്ടായി. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇക്കപ്പനി രാവിലെ പോയാലിനി രാത്രിയേ വരുള്ളൂ കേട്ടോ. എനിക്കും മക്കൾക്കും ഉള്ളതുണ്ട്. പിന്നെ ഇതാട്ടോ ഒരുത്തൻ ഇത് അവിടെ എണീച്ചിട്ട് ദോശയാണ് കേട്ടോ. ഇതിന് ഇഡ്ഡലി ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇഡ്ഡലി വേണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മച്ചി ദോശ ചുട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓനക്കുള്ള ദോശ ചുട്ടു കൊടുത്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓന് അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താണ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൂട്ടി
അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. മഴ അത്യാവശ്യം മോശമല്ലാത്ത നിലക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, പുറത്തുനിന്നുള്ള വീഡിയോസും കാര്യങ്ങളും എടുക്കൽ കുറവാണ് കേട്ടോ. മഴയത്ത് എന്തായാലും ഇനി അഥവാ നല്ല പെയ്യാത്ത സമയമാണെന്നുണ്ടെങ്കിലും ചാറിങ്ങോണ്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ ഇതൊന്നും എടുത്ത് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങലില്ല കേട്ടോ. പൊതുവേ മഴ പെയ്താൽ പുറത്തിറങ്ങാൻ എനിക്ക് മടിയാണ് കേട്ടോ. ഇന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. കാരണം നമ്മളിവിടെ പുഴയിലൊക്കെ മഴ പെയ്താൽ നല്ല വെള്ളം കയറും കേട്ടോ. നമുക്ക് പുഴ ഉണ്ടല്ലോ, ബാവലി, നമ്മുടെ നാട്ടിൽ നല്ല പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വേനൽക്കാലത്തൊക്കെ നല്ല വൈബുള്ള അടിപൊളി സ്ഥലമൊക്കെയാണ് കേട്ടോ. പക്ഷേ ഈ നാട്ടിലുള്ള പല ആൾക്കാരും പുഴയിൽ വെള്ളം കയറിയതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് റോഡിലൂടെ ഒക്കെ നടക്കാനൊക്കെ പോവലുണ്ട്. പക്ഷെ ഞാൻ മാത്രം അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകില്ല കേട്ടോ. എനിക്ക് മഴ പെയ്താൽ പുറത്തിറങ്ങുന്നത് ഇഷ്ടേയല്ല. വേഗം പുരൻ്റെ ഉള്ളിലത്തെ പണികൾ എടുക്കുക, നല്ല ചൂടുവെള്ളം വെച്ച് കുളിച്ചിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുക കേട്ടോ. മക്കളെയും കൊണ്ട് ആ ഒരു പോളിസിയാണ് കേട്ടോ എനിക്ക്. ഇനി ഇന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ അങ്ങനെയാണ്. അപ്പം എന്താ പറയുക, ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ട് പിന്നെ വേഗം ഞാൻ എൻ്റെ പണികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് മൊത്തത്തിൽ സാമ്പാറുണ്ട്, രാവിലത്തെ ഇഡ്ഡലിയുണ്ട്, പിന്നെ തലേ ദിവസത്തെ എന്തോ കറിയോ എന്തൊക്കെ ഉണ്ട് കേട്ടോ. മീൻ പൊരിച്ചതോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു സാമ്പാറിന് കൂട്ടി കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഓർമ്മയില്ലാത്തത്. അപ്പം ഞാൻ വേഗം ചായ കൂടി കഴിഞ്ഞു. മക്കളവിടെ ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം എല്ലായിടത്തും നമ്മളെ അടുക്കളയും വീടും മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇപ്പുറത്തും കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം അവിടെയൊക്കെ ഒന്ന് അകൊക്കെ ഒന്ന് മൊത്തത്തിൽ അടിച്ചു വാരി. പിന്നെ നിച്ചുമോളുള്ള ദിവസം എനിക്ക് ചെറിയ ചെറിയ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഓള് ചെയ്തു തരും കേട്ടോ. നമ്മൾ വെള്ളം പിടിക്കലും അതുപോലെ ബാത്റൂമൊക്കെ കഴുകി ഇട്ട് തരും. അതേപോലെ മുന്നിലെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരും. ഇപ്പം പിന്നെ മുറ്റം നമുക്ക് അങ്ങനെ കാര്യമായിട്ട് അടിക്കാനില്ല. നമ്മളെ മുറ്റത്ത് പരവതാനി വിരിച്ച പോലെയാണ് കേട്ടുള്ളത്. പുല്ല് നല്ലോണം വളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ചെത്തലും നടക്കൂല, മഴയാണ്. ഇനിയിപ്പോൾ അഥവാ ചെത്തിയിട്ടുണ്ടെങ്കിലും അത് ഒരാഴ്ച കൊണ്ട് വീണ്ടും അതേപോലെ അങ്ങോട്ട് വളരും. അപ്പോൾ പിന്നെ അവിടെ നിൽക്കട്ടെ, അയിമേൽ അങ്ങോട്ട് മെനക്കെടുന്നില്ല കേട്ടോ. അങ്ങനെ നിൽക്കട്ടെ, എന്തായാലും ചളിയില്ലാതെ അങ്ങനെ നിന്നോളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നമ്മളെ കഴിഞ്ഞ കമൻറ്റിൽ പൈപ്പ് എന്താണ് വാഷ് ബേസിൽ വെക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, ഇനിയിപ്പം ഇതന്നെ വലിയ ഹയറാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടായിരുന്നു പാത്രം കഴുകലുണ്ടായിരുന്നത്. പിന്നെ നാസിമോനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ ഒരു വാഷ് ബേസ് ഇങ്ങനെയൊക്കെ ഇവിടെ അകത്ത് സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പൈപ്പ് വേണമെന്നുള്ള ആ ഒരു തോന്നലൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ വീടൊക്കെ ആയിട്ട് അതിൽ ഇനി അങ്ങനെ ഇൻഷാ അല്ലാ നല്ല രീതിയിലൊക്കെ ആവാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ, ഇതന്നെ കുഴപ്പമില്ല, അകത്തുനിന്ന് കഴുകാലോ. അത് വേണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ല കേട്ടോ ഒന്നാമത്തത്. അതുകൊണ്ടാണ് എന്തായാലും ഇതന്നെ വലിയൊരു കാര്യം. നമുക്ക് അവിടുന്ന് പുറത്ത് പോവാതെ മഴയായാലും വെയിലായാലും എന്തായാലും പെരങ്ങുന്ന പാത്രങ്ങൾ അപ്പം അകത്തുനിന്ന് തന്നെ കഴുകിയൊക്കെ വെക്കാമല്ലോ. അപ്പം ഒരു ഇതിലങ്ങോട്ട് വെള്ളം കൊണ്ടുവച്ചാൽ അവിടെ നിന്ന് തന്നെ കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം പാത്രം കഴുകലും അതുപോലെ തുടക്കലും തുണി അലക്കലും മാറിയിടലും എല്ലാ പണികളും കഴിച്ചു. നമ്മളെ ഉച്ചക്കത്തെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, പള്ളിയിൽ നമുക്ക് പരിപാടി ഉണ്ട് എന്നുള്ളത്. എല്ലാ മാസവും നമ്മളെ പള്ളിയിൽ ഇവിടെ വൈകുന്നേരം പിന്നെ അസറിന് ശേഷം ഫസ്റ്റത്തെ ഞായറാഴ്ച ദിക്ർ ഉണ്ടാവലുണ്ട് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും എല്ലാ മാസവും ഫസ്റ്റത്തെ ഞായറാഴ്ച ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ ചോറും കിട്ടും, നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ പൊതി ചോറുണ്ടാവും, നെയ്ച്ചോറുണ്ടാവും, അതിൽ തന്നെ കറി ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ദിക്റിൻ്റെ ചോറിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ആ ഒരു ദിക്റിൻ്റെ ദിവസമൊക്കെ. അപ്പോൾ ഞങ്ങൾ വേഗം പള്ളിയിലൊക്കെ പോയി മജ്ലിസിനൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ. ചോറുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ചോറ് കൊണ്ടുവന്നാൽ കുട്ടികൾക്കാണേലും ഞമ്മക്കാണെന്നുണ്ടെങ്കിലും വേഗം ഒരു പിടി ചോറ് കഴിക്കണം കേട്ടോ. എന്നാലും ആ ഒരു മഹരിബ് 7 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പുരയിലെത്തിയപ്പം. അപ്പോൾ ഞാൻ വേഗം കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ആണല്ലോ, അപ്പോൾ നല്ല ഒരു ചായയും കൂട്ടിയിട്ട് കുറച്ചങ്ങോട്ട് വെയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ പാത്രവും പിടിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട് നാഫിയും നാസിയൊക്കെ. ഇനി ഇവർക്ക് ഇനിയിപ്പോൾ കൊടുത്താലും അതും തിന്ന് പിന്നെ ഇനി കഴിക്കൊന്നുമില്ല കേട്ടോ. എന്തായാലും ആ ഒരു നമ്മൾ സാധാരണ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടൈം എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ കൂടെ തന്നെ ഒരു പിടി ചോറ് ഞാനും കഴിച്ചിട്ടോ. ബാക്കി പിന്നെ ഇക്കാൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നാൽ ഒരു ഇത്തിരി ആണെങ്കിലും ഒന്ന് തിന്ന് നോക്കിയാൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.